തേങ്ങാവെള്ളം പുളിപ്പിച്ചിട്ടിട്ട അപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ 1 സ്പൂൺ പഞ്ചസാര എടുത്ത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ പൊട്ടിച്ച ഒരു തേങ്ങയുടെ വെള്ളമുണ്ട്. അത് ഒരു ദിവസം നമുക്ക് ഫുള്ളായിട്ട് അത് പെർമനൻ്റായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് പുളിച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി ഇനി അരി വെള്ളത്തിലിടാം. അത് തലേ ദിവസം തന്നെ ഇടാം, അല്ലെങ്കിൽ രാവിലെ ഇടാം. ഞാൻ രാവിലെയാണ് ഇടുന്നത്. 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിരാൻ വേണ്ടി. കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളം തന്നെ എടുത്ത് അരയ്ക്കുകയും ചെയ്യാം. 1 ഗ്ലാസ് തേങ്ങയും 1 ഗ്ലാസ് ചോറും എന്ന അളവിലാണ് അരയ്ക്കുന്നത്. അരിയും ചോറും തേങ്ങയും ഇട്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വെള്ളം അതിൻ്റെയാണ് ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കണത്. ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ അരച്ചെടുത്തിട്ട് വരാം. നന്നായി തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുന്നത് അതേ അരിയും ചോറും തേങ്ങയും ഇട്ടിട്ട് ആ എടുത്ത് വെച്ച് തേങ്ങാ വെള്ളമാണ് വെള്ളത്തിന് വരെ ഒഴിച്ചത്. അങ്ങനെ എല്ലാം തന്നെ അരച്ചിട്ട് എല്ലാം കൂടി നമ്മൾക്ക് കലക്കി വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ദോശമാവിൻ്റെ അതേ അതിന് വെച്ച് ഇത്തിരി ലൂസിലാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് കറക്റ്റായി വരും. അങ്ങനെ നമ്മൾ കറക്റ്റായി മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പം മാവ് ഒഴിച്ച് ചുറ്റിച്ച് നല്ല സൂപ്പർ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് ഞങ്ങളുടെ. അപ്പം ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ മുട്ടക്കറിയും ഉണ്ട്. അങ്ങനെ എല്ലാ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.